അമ്മയാവുക എന്ന് പറയണത് വർണ്ണിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ് അല്ലേ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് ആ കുഞ്ഞിന് എന്ത് ഫുഡ് കൊടുക്കണം എന്നാകും അടുത്ത ടെൻഷൻ. 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഫുഡുകളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതിൽ ആദ്യം കൊടുക്കേണ്ടത് എന്താകും എന്നാവൂലേ എന്നാ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് തൊട്ടിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങുന്ന ഒരു ഭക്ഷണമാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് കുന്നങ്കായ എന്നുള്ളത്. കുന്നങ്കായന്റെ പൗഡറാണ് നമ്മൾ ആദ്യം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്നതും ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതും ഒപ്പം തന്നെ ഡൈജഷൻസ് ഒക്കെ പെട്ടെന്ന് നടക്കുന്നതുമായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ് കുന്നങ്കായ വെച്ചുണ്ടാക്കുന്ന കുറുക്കുകളും മറ്റും. എന്നാൽ ഇപ്പൊ പല സ്ഥലത്തും നല്ല കുന്നങ്കായകൾ കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും അത് പച്ചക്ക് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു കുന്നങ്കായ പൗഡർ. ശരിക്കും അതിന്റെ ആ ഒരു കറയാണ് ഇതിൽ ഏറ്റവും പോഷകമേറിയത് എന്നാ പറയല്. ഇന്ന് ആർക്കും സമയമില്ല, ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കും വേണം അല്ലെ. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രം തിരഞ്ഞെടുക്കണം അല്ലെ. കാരണം നമ്മളെ മക്കളുടെ കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതെ ഗൈസ്, ബിഗ് ലീഫിന്റെ ബനാന പൗഡർ. വളരെ നാച്ചുറൽ ആയി ഒരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ ഇവരുടെ തന്നെ കൃഷിയിടത്തിൽ ജൈവവളങ്ങൾ മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന വായിൽ നിന്നും ലഭിക്കുന്ന കായ വെച്ചിട്ടാണ് കേട്ടോ ഈ ബനാന പൗഡർ ഉണ്ടാക്കുന്നത്. നല്ല ഗുഡ് പാക്കിങ്ങിലാണ് കേട്ടോ ഈ ഒരു ബനാന പൗഡർ വരുന്നത്. ഇത് മാത്രമല്ല, ഇവർക്ക് വേറെയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ബിഗ് ലീഫിന്റെ പേജ് മസ്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.